ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ ഈ മാസം 30-ാം തീയതി ശിക്ഷ വിധിക്കും. പ്രതി കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞതായി കോടതി. നടന്നത് അതിക്രൂര കൊലപാതകമാണെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പ്രായവും ആരോഗ്യവും പരിഗണിച്ച് കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതിഭാഗവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2022 മാർച്ച് 19-നാണ് കുടുംബ വഴക്കിനിടെ ഹമീദ് മകനെയും ഭാര്യയും പേരക്കുട്ടികളെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. മുഹമ്മദ് ആഷിഖുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആഷിഖ്, എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? കോടതിയിൽ എങ്ങനെയായിരുന്നു ഇതിന്റെ വാദമൊക്കെ നടന്നത്? ദിന, നാടിനെ നടുക്കിയ ചീനിക്കുഴി കൂട്ടക്കൊലപാതകത്തിൽ 2 വർഷത്തെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഒടുവിൽ പ്രതി ഹമീദ് കുറ്റക്കാരനാണ് എന്ന് കോടതി ശിക്ഷ വിധിക്കുകയാണ്. മുട്ടം അഡീഷണൽ സെഷൻസ് 1-ാം നമ്പർ കോടതിയാണ് ഈ കേസ് പരിഗണിച്ച കേസിൽ വിവിധ വാദങ്ങൾ കേട്ട് ഏതാണ്ട് 71 പേരെ വിസ്തരിച്ചതിനു ശേഷം 171ഓളം വസ്തുവകകൾ പരിശോധിച്ചതിനും അടക്കം ശേഷമാണ് ഈ വിധി പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. കോടതി നിരീക്ഷിക്കുന്നത് ഈ അർദ്ധരാത്രി ഇവരെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ രാത്രിയിൽ രക്ഷപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി വാതിൽ പൂട്ടിയിട്ട് തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത രീതിയിൽ വെള്ളം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വീട്ടിൽ കാര്യങ്ങൾ എത്തിച്ചതിനു ശേഷം കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത്. കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രതിയുടെ ആരോഗ്യ അവസ്ഥ എങ്ങനെയാണ് എന്ന് കൂടി കോടതി പരിശോധിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം 80 വയസ്സ് പ്രായമുള്ള ആളാണ് പ്രതി. അതുകൊണ്ട് ആരോഗ്യസ്ഥിതി എന്ന് പരിശോധിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദമുണ്ട്, പൈൽസിന്റെ രോഗാവസ്ഥയുണ്ട് എന്ന് ഹമീദ് കോടതിയോട് ബോധിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഇതിനുശേഷമാണ് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കോടതി കേൾക്കുന്നത്. പ്രോസിക്യൂഷൻ നടന്നത് ഏറ്റവും ക്രൂരമായ കൊലപാതകമാണ് എന്ന് വാദിച്ചു. നാടിനെ നടുക്കിയതാണ്, സാമൂഹ്യ ബോധത്തെ ബാധിച്ചതാണ്. കൂടാതെ നിഷ്കളങ്കരായ 4 പേരുടെ ജീവനെടുത്തു. അതിൽ 2 പേർ സ്വന്തം കൊച്ചുമക്കൾ കൂടിയാണ്. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്ന വാദമായിരുന്നു പ്രോസിക്യൂഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചതെന്നാൽ പ്രതിയുടെ ആരോഗ്യം കൂടി കണക്കിലെടുക്കണമെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. ഏതായാലും ഈ സംഭവത്തിൽ ഈ കേസിൽ ശിക്ഷാവിധി 30-ാം തീയതി നടത്താമെന്ന് കോടതി ഏറ്റവും ഒടുവിൽ പറയുകയായിരുന്നു. കേസ് 30-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. 30-ാം തീയതി അറിയാം ഏത് ശിക്ഷയായിരിക്കും കോടതി പ്രതിക്ക് വിധിക്കുക എന്നുള്ളത്. ശരി, ഈ മാസം 30-നാണ് ശിക്ഷാവിധി തീരുമാനിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.